ഗുഡ് മോർണിംഗ്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. 26th ക്ലാസ്സാണ്. നമ്മൾ ഫങ്ഷൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഈ ക്വസ്റ്റ്യനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ എ ഫങ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x - 2. റൈറ്റ് ഡൗൺ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 0, എഫ് ഓഫ് 7 ആൻഡ് എഫ് ഓഫ് -2. ഇതെങ്ങനെ ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x - 2 ആണെന്ന് നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഈ ഇതിൽ എക്സ് ടേക്സ് ദ വാല്യൂ 0, അതാണ് എഫ് ഓഫ് 0. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ഈ 3x - 2 എക്സിന് നമ്മൾ 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3x - 2 ഈക്വൽ ടു 3 × 0, എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, -2. ഓക്കെ, ദെൻ 3 × 0 is 0 - 2, ദാറ്റ് ഈസ് -2. ഓക്കെ, സോ എഫ് ഓഫ് 0 ഈസ് -2. ഓക്കെ, അങ്ങനെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ when x equal to 0 is f of 0. Okay, that is equal to -2 here. ഇനി എഫ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് 7 ആകുമ്പോൾ എന്താണ്, അതാണ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് 7 ഈക്വൽ ടു 3x - 2, 3 × എക്സിന് 7 കൊടുക്കുക, 7 - 2, 3 × 7 - 2. അപ്പോൾ ഇൻറ്റു പ്രോഡക്റ്റാണ് ആദ്യം ചെയ്യേണ്ടത്, അതിന് ശേഷമാണ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ പ്ലസ് മൈനസ് ഡിവിഷൻ അഡീഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്ത് കഴിഞ്ഞിട്ടാണ് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുക. അപ്പോൾ 3 × 7 ദാറ്റ് ഈസ് 21 - 2 ദാറ്റ് ഈസ് 19. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് വൺ, എഫ് ഓഫ് -2. എഫ് ഓഫ് -2 മീൻസ് 3x - 2 ദാറ്റ് ഈസ് 3 × -2 -2, ദാറ്റ് ഈസ് 3 × -2 is -6, -2 that is -8. Okay, then come to the next question. Find the domain of f of x equal to root of x - 2. ഇവിടെ ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് -2 എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് എവിടെയാണ് എക്സ് ഏതൊക്കെ ഭാഗത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഫംഗ്ഷൻ വാലിഡ് ആവണമെങ്കിൽ എക്സിന് എന്തൊക്കെ വിലകൾ സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ റിയൽ നമ്പേഴ്സിൻ്റെ സിസ്റ്റമാണ്. അതിൽ റൂട്ട് ഓഫ് എക്സ് -2 വാലിഡ് ആവുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, റൂട്ട് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് നമ്പേഴ്സിന് നമുക്ക് സ്ക്വയർ റൂട്ട് ഇല്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന റിയൽ നമ്പർ സിസ്റ്റത്തിൽ സ്ക്വയർ റൂട്ട് ഓഫ് വരുമ്പോൾ, അതായത് സ്ക്വയർ റൂട്ട് എടുക്കുന്നത് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിനാണ്. നിങ്ങൾ 10 ചെയ്ത് ഓർമ്മയുണ്ടാവും. റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ എന്താ, നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് -2 വരുമ്പോൾ എക്സ് -2 നെഗറ്റീവ് ആണെങ്കിൽ നമുക്കിവിടെ സൊല്യൂഷൻ ഇല്ല, അതായത് അതിനൊരു വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല റിയൽ നമ്പർ സിസ്റ്റത്തിൽ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് -2 എക്സ് -2 എന്താകണം? പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആകണം അല്ലേ, എങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ വാലിഡ് ആവുള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ R to R ആണ്, റിയൽ നമ്പേഴ്സിലേക്കാണ്. ചാപ്റ്ററിൽ നമ്മൾ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഫംഗ്ഷൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് -2 എന്ന് പറയുമ്പോൾ അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താ, എക്സ് -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എക്സ് -2 0യേക്കാൾ ഗ്രേറ്റർ അല്ലെങ്കിൽ 0 ആണെങ്കിൽ മാത്രമേ റൂട്ട് ഓഫ് ദാറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എടുക്കാം എക്സ് -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്ത് നോക്കുക. അത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് -2 മറുവശത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ രണ്ട് വശത്തും 2 ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കിട്ടുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 2-നേക്കാൾ ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ. അങ്ങനെ വരുമ്പോൾ എക്സ് ഏത് ഇൻ്റർവെല്ലായിരിക്കും? നമുക്ക് പറയാം എക്സ് എവിടെയായിരിക്കും? 2 ∞ എന്ന് പറയുന്ന ഇൻ്റർവെല്ലായിരിക്കും. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, 2 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കിത് ക്ലോസ്ഡ് ഇൻ്റർവെൽ, സെമി ക്ലോസ്ഡ് ആണ്, സെമി ക്ലോസ്ഡ് ആയിട്ടുള്ള 2 ∞ ഇൻ്റർവെല്ലാണ്. ഓക്കെ, അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഇൻ്റർവെൽ 2 ∞, അല്ലെങ്കിൽ ഡൊമൈൻ ഈക്വൽ ടു ദിസ് ഇൻ്റർവെൽ 2 ∞. ക്ലോസ്ഡ് ലെഫ്റ്റ് ക്ലോസ്ഡ് ആണ് ഈ ഇൻ്റർവെൽ. അപ്പോൾ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ദിസ്. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഡൊമൈൻ കാണാനാണ്. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² + 3x + 5 ബൈ x² - 5x + 4. അപ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല.
അല്ലേ? നമ്മൾ റാഷണൽ ഫങ്ഷൻസ് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ ഡിനോമിനേറ്റർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x + 4 നോട്ട് ഈക്വൽ ടു 0. മനസ്സിലായോ? എങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ വാലിഡ് ആയിട്ടുള്ളൂ. അത് 0 ആകുന്നിടത്ത് ഈ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ആ ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആകുന്നതെന്ന് നമ്മൾ നോക്കുക. ആ പോയിൻറ്റ്സ് ഡൊമൈനിൽ ഉൾപ്പെടുന്നില്ല. അണ്ടർസ്റ്റാൻഡ്? ആ പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് ആ പോയിൻറ്റ്സ് ഡൊമൈനിൽ ഉൾപ്പെടില്ല. അപ്പോൾ നമ്മൾ ഈ ഡൊമൈൻ കാണുന്നത് എങ്ങനെയാണ്? ഡിനോമിനേറ്റർ എടുക്കുക, അത് 0 ആകുന്നത് എവിടെയാണെന്ന് നോക്കുക, ആ പോയിൻറ്റ്സ് നമ്മൾ ആറിൽ നിന്ന്, അതായത് റിയൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക. ബാക്കിയുള്ളതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഡിനോമിനേറ്റർ ഈസ് x² - 5x + 4. അത് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അത് 0 ആകുന്നത് എപ്പോഴാണ്? അത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോൾവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. x = -b ± √b² - 4ac/2a. അപ്പോൾ നമ്മൾ 10ൽ അത് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് x = 4 or 1 എന്നാണ്. അതായത് x 4ഉം 1ഉം ആകുമ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് വാലിഡ്. ആ പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 4 and 1 എന്ന് പറയുന്ന പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ആറിൽ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റ് ഇതാണ്, r - set 1 4. r എന്ന് പറയുന്ന റിയൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന്, റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് വരുന്ന റിയൽ നമ്പർ ലൈനിൽ നിന്ന് 1 and 4 എന്ന് പറയുന്ന ഈ 2 പോയിൻറ്റ്സ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ 0, പിന്നെ 1 2 3 അങ്ങനെ പോകും. അപ്പോൾ ഈ 1 റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ 4 എന്ന് പറയുന്ന പോയിൻറ്റും റിമൂവ് ചെയ്യും. ഇത് റിമൂവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പോയിൻറ്റ്സിലെല്ലാം ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, സോ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് എക്സെപ്റ്റ് അറ്റ് x = 4 and 1. ഓക്കെ, അപ്പോൾ r = എന്ത് വരും? ഇവിടെ ഒരു 1ഉം കൂടി ഉണ്ട്, ആ ഭാഗം ഫോട്ടോയിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ 1 and 4 നമുക്ക് ഈ ആറിൽ നിന്ന് റിമൂവ് ചെയ്താൽ ബാക്കി കിട്ടുന്നതാണ് ഇതിൻ്റെ ഡൊമൈൻ. സോ ഡൊമൈൻ = r - set 1 4. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദിസ്? ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് f of x = x + 1 / x² - 2x + 1. ഓക്കെ, നമ്മളിതെടുക്കുന്നു. ഇതുപോലെ തന്നെ റാഷണൽ ഫംഗ്ഷനാണ്. ഇതെവിടെയാണ് വാലിഡ് അല്ലാത്തത്? ഡിനോമിനേറ്റർ 0 ആകുന്ന കേസിൽ. അല്ല, എവിടെയൊക്കെയാണോ 0 ആകുന്നത് ആ പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ x² - 2x + 1 = 0 എടുക്കുക, അത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എവിടെയൊക്കെയാണ് 0 എന്ന് കിട്ടും. ആ പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ആറിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, നോക്കാം, അത് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഏതായിരുന്നു? ഡിനോമിനേറ്റർ x² - 2x + 1 ആണ്. അപ്പോൾ x² - 2x + 1 സോൾവ് ചെയ്യുക, = 0. x = -b ± √b² - 4ac. അത് കാണാൻ നിങ്ങൾക്കറിയാം, അത് കാണുക. അപ്പോൾ നമുക്ക് എന്താ സൊല്യൂഷൻ കിട്ടുന്നത്? സൊല്യൂഷൻ ഇവിടെ കിട്ടുന്നത് x = 1 ആണ്. ഒരു പോയിൻ്റാണ് ഇവിടെ കിട്ടുക. അപ്പോൾ x = 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിനോമിനേറ്റർ ഡിഫൈൻഡ് അല്ല. ആ 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ആറിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ r - set 1, ഈ സിംഗിൾട്ടൺ സെറ്റ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന r - set 1 എന്ന് പറയുന്ന സെറ്റിൽ ആ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്. സോ ദിസ് ഡൊമൈൻ ഈസ് ദിസ് r - set 1. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x = mod x + 1. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ 3 or 4 പോയിൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അത് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ x = 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ f of x-ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. when x = 0, f of 0 കാണുക. എക്സിന് 0 കൊടുക്കുക, മോഡുലസ് ഓഫ് 0 + 1, ദാറ്റ് ഈസ് 0 + 1, ദാറ്റ് ഈസ് = 1. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻ്റ് x 0 ആകുമ്പോൾ y 1 ആണ്. അപ്പോൾ 0 1 എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, when x = 1, എക്സിന് 1 കൊടുക്കുമ്പോൾ മോഡ് 1 + 1, ദാറ്റ് ഈസ് = 2. അപ്പോൾ 1 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഗ്രാഫ് കടന്നു പോകും. when x = 2 എന്ത് വരും? മോഡുലസ് ഓഫ് 2 + 1, ദാറ്റ് ഈസ് 3, ദാറ്റ് ഈസ് 2 3 എന്ന് പറയുന്ന പോയിന്റ് ഈ ഗ്രാഫിൽ ഇൻക്ലൂഡഡ് ആണ്. when x = -1 കൊടുക്കുമ്പോഴോ f of -1, മോഡുലസ് ഓഫ് -1 + 1. അപ്പോൾ മോഡുലസ് ഓഫ് -1 is 1, 1 + 1, that is 2, then -1 2. Okay, then come to the next point. when x = -2,
എഫ് ഓഫ് -2 എന്ത് വരും? മൈനസ് ഓഫ് -2, ദാറ്റ് ഈസ് 2 + 1 ദാറ്റ് ഈസ് 3. അപ്പോൾ -2 3. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക, എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുക, പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. 0 1 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്, ദിസ് 1. ദെൻ 1 2 അല്ലേ, 1 2 മാർക്ക് ചെയ്യുക, 1 2 ദിസ് പോയിൻറ്റ്. ദെൻ 2 3 എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് വരും, ദിസ് 1. ദെൻ -1 2 വരും, ഇവിടെ വരും. ദെൻ -2 3 ഈ പോയിൻ്റ് വരും. ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് നമ്മളത് ജോയിൻ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ അത് വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ദെൻ കം ടു അനദർ ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1. ഇതേപോലെ തന്നെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് ഒരു ടേബിൾ പോലെ നമുക്ക് ഇതുപോലെ എഴുതാം. എക്സിൻ്റെ വാല്യൂസ് ആദ്യം എഴുതുക, ദെൻ എഫ് ഓഫ് 0യുടെ വാല്യൂസ് എഴുതാം. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 + 1 അതിൻ്റെ മോഡുലസ് 1 വരും. ഓക്കെ, ദെൻ 1 കൊടുത്താൽ എക്സിന് 1 കൊടുത്താൽ 1 + 1 2 വരും. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 + 1 3 വരും. -1 കൊടുത്താൽ -1 + 1 0 വരും. മോഡുലസ് ഓഫ് 0 ദാറ്റ് ഈസ് 0. ദെൻ എക്സിന് -2 കൊടുക്കുമ്പോഴോ -2 + 1 ദാറ്റ് ഈസ് -2 + 1 ദാറ്റ് ഈസ് -1 അതിൻ്റെ മോഡുലസ് 1. ഓക്കെ, സോ ദീസ് ആർ ദ പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മളത് ജോയിൻ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, സോ യു ഗോട്ട് ദിസ് ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് കിട്ടി, കംപ്ലീറ്റഡ്. തന്നെ വരച്ച് നോക്കുക. ദെൻ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ്. ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇതുപോലെ ഒരു ടേബിൾ ഫോം ചെയ്തിട്ട് അതിൽ വാല്യൂസ് കൊടുക്കുക. എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് നെഗറ്റീവ് മോഡുലസ് ഓഫ് 0 ദാറ്റ് ഈസ് 0. എക്സിന് 1 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 1 ഈസ് 1. നെഗറ്റീവ് മോഡുലസ് ഓഫ് 1 ആണ്. അപ്പോൾ നെഗറ്റീവ് മോഡുലസ് ഓഫ് 1 ഈസ് പോസിറ്റീവ് ദാറ്റ് ഈസ് 1. അപ്പോൾ -1 വരും. ഓക്കെ, ഇവിടെയോ 2 കൊടുക്കുമ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ നെഗറ്റീവ് മോഡുലസ് ഓഫ് 2 ദാറ്റ് ഈസ് -2 വരും. ഓക്കെ, ദെൻ എക്സിന് നമ്മൾ -2 കൊടുക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് മോഡുലസ് ഓഫ് -2 ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് മോഡുലസ് ഓഫ് -2 2 ആണ്. അപ്പോൾ -2 ആണ് ആൻസർ വരിക. ഓക്കെ, അതുപോലെ മോഡുലസ് ഓഫ് അടുത്തത് -1 കൊടുക്കുമ്പോഴോ നെഗറ്റീവ് മോഡുലസ് ഓഫ് -1 ആണ് എക്സ് അല്ലേ. അപ്പോൾ -1 അകത്ത് വരും. അപ്പോൾ അത് 1 പോസിറ്റീവ് 1 ആവും. നെഗറ്റീവ് പോസിറ്റീവ് 1 ദാറ്റ് ഈസ് -1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ -1 വരും. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാ വാല്യൂസും നെഗറ്റീവാണ് വന്നേക്കണേ അല്ലേ. -2 -1 0 -1 -2 അല്ലേ. -2 -1 0 -1 -2. ഈ പോയിൻറ്റ്സ് അതായത് പോയിൻറ്റ്സ് ഇവിടെ വരുന്നത് ഓർഡേഡ് പെയർസ് വരുന്നത് -2 -2. ഓക്കെ, ദെൻ അടുത്തത് -1 -1. ഓക്കെ, ദെൻ അടുത്ത പോയിൻ്റ് വരുന്നത് 0 0. ഓക്കെ, അടുത്തത് 1 -1 1 എന്ന് പറയുന്ന പോയിൻ്റാണ്. അടുത്ത പോയിൻ്റ് 2 -2 എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുക. ഗ്രാഫ് വരച്ചതുപോലെ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുക. ദെൻ ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. നെഗറ്റീവ് മോഡുലസ് ഓഫ് എക്സ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പോസിറ്റീവാണ്, അത് അപ്പർ സൈഡിലായിരിക്കും. നെഗറ്റീവ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് നെഗറ്റീവാണ്, എല്ലാ വാല്യൂസും നെഗറ്റീവാണ് ഈ 0 ഒഴികെ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫുകൾ വരച്ച് നോക്കുക. ഓക്കെ, പിന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.